ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ മണി പ്ലാന്റ്സിനെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ പൊതുവെ അതൊരു പോപ്പുലർ പ്ലാന്റ് ആണ്. അപ്പോൾ അതുപോലെ അവരുടെ കാറ്റഗറിയിൽ പെടുന്ന മറ്റൊരു പ്ലാന്റ് ആണ് ജെയ്ഡ് എന്ന് പറയുന്നത്. കാറ്റഗറി എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത് വീട്ടിലൊരു ഐശ്വര്യമാണെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല, പക്ഷെ അത് വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ ഒരു ഗുഡ് ലക്ക് പ്ലാന്റ് അല്ലെങ്കിൽ വിഷ് ലക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ലക്കി പ്ലാന്റ് ആണ് ഈ ഒരു ജെയ്ഡും. അപ്പോൾ ഒരുപാട് രീതിയിൽ ജെയ്ഡ് വളർത്തി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു രീതി കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇനി ഈ ജെയ്ഡിൻ്റെ ഒരു ആർച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബോൺസായി ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ജെയ്ഡ് എന്ന് പറയുന്നത് ഒരു സെക്യുലന്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഹോളുള്ള അല്ലെങ്കിൽ ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നടാനായിട്ട്. ആള് സെക്യുലന്റ് വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ പോലും നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലിൽ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ജെയ്ഡ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ആർച്ച് പോലെ കയറി പോകാനായിട്ട് ഒരു വളയമാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ വേണം നമ്മളൊരു കമ്പി വളച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 ജെയ്ഡിൻ്റെ പ്ലാന്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ജെയ്ഡിൻ്റെ പ്ലാന്റ് നമ്മൾ ഈ ജെയ്ഡിൻ്റെ പ്ലാന്റ് പല രീതിയിൽ ആളുകൾ വളർത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോൺസായി ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ജെയ്ഡ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെംസ് നല്ല ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പല ഷേപ്പിൽ ഈ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഞാൻ ഇതുപോലെ അതിൻ്റെ ഒരു വളയത്തിൻ്റെ സൈഡിലായിട്ടാണ് കൊണ്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വളയം ആയതുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ മണ്ണിട്ട് വെച്ചേക്കുന്നത്. ഒരു ഹാഫ് സർക്കിൾ ആയാലും കുഴപ്പമില്ല, മണ്ണിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം ഈ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് രാത്രി സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കരമായിട്ട് വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ആളുകൾ വളർത്തി കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഡെസ്കിലോ ഒക്കെ വളർത്താൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ജെയ്ഡ്. ഇനി ഇതിനെ ഈ ഒരു വളയത്തിലോട്ട് ചുറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു കെട്ടുകമ്പിയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ടൈയോ അല്ലെങ്കിൽ തങ്കൂസ് നൂലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നൂല് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടി വരഞ്ഞു കൊടുക്കാം. ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യേണ്ട കേട്ടോ. സ്റ്റെമ്മ് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നൊന്ന് ഉടക്കി വെച്ച് കൊടുത്താൽ മതിയേ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ജെയ്ഡ്. പക്ഷേ ഇതിനെ ഒരു പ്രോപ്പറായിട്ട് വളർത്തിയെടുക്കുന്ന രീതി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു മെത്തേഡ് കൂടിയാണ് ഇത്. നിങ്ങൾ ഈ പ്ലാന്റ് ഇൻഡോറിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഈ ഒരു പ്ലാന്റിനെ പ്ലേസ് ചെയ്യാനായിട്ട്. അതായത് ഒരു വിൻഡോ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ സൈഡിലോ ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും കുഴപ്പമില്ല, കുറച്ച് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം ഈ പ്ലാന്റിനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആർച്ച് ഇവിടെ ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വളച്ച് ഈ ഒരു പ്ലാന്റിനെ കയറ്റി വിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടക്കി വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ബ്രാഞ്ചസ് നമ്മൾ ഇതേപോലെ അതിനകത്തോട്ട് കയറ്റി വിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വാസ്തുപ്രകാരം ഈ ഒരു പ്ലാന്റിനെ വളർത്തേണ്ട രീതി എന്ന് പറയുന്നത് ഏഷ്യയിൽ മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു ചെറിയൊരു ആചാരമാണ്. നമ്മുടെ കേരളത്തിൽ അധികം കാണാറില്ലെന്നേ ഉള്ളൂ. ഈ കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ വീട് പാലുകാച്ചിന് ബർത്ത്ഡേക്കും ഒക്കെ ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഐശ്വര്യവും ആരോഗ്യവും അതുപോലെ തന്നെ സമൃദ്ധിയൊക്കെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഇത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ, അതായത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടതെന്നാണ് വാസ്തുപ്രകാരം പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഒരു ചെടിയെ നമ്മൾ നട്ട് വളർത്തുമ്പോൾ അതിന് പുതിയ ഇലകളും അതിൽ നിന്ന് കുറച്ച് ഓക്സിജൻ സപ്ലൈ ഒക്കെ കിട്ടുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് അല്ലേ, അങ്ങ് വാങ്ങി വളർത്തണമെന്നേ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പുതിയ പ്ലാന്റിൻ്റെ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസിനായിട്ട് നോട്ടിഫിക്കേഷൻസ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.